നമസ്കാരം. പ്രധാന വാർത്തകൾ. ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിൽ സിനിമാ ഷൂട്ടിങ്ങിന് വിലക്കിട്ട കോടതി. തെരുവുകളിലെ ചലച്ചിത്ര ചിത്രീകരണം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് വിലക്ക്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നിരന്തരം ആളുകൾ വരുന്നത് ബുദ്ധിമുട്ടും തടസ്സവും ഉണ്ടാക്കുന്നുവെന്ന് കാണിച്ച് ചില സംഘടനകളും താമസക്കാരും കോടതിയെ സമീപിച്ചതോടെയാണ് ഇടപെടൽ. എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത വിധം ഫോർട്ട് കൊച്ചി കടപ്പുറം ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. വിലക്ക് ലംഘിച്ച ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിൽ സിനിമാ ഷൂട്ടിംഗ് നടത്തിയാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി പറഞ്ഞു. അടുത്ത കാലത്തായി ഫോർട്ട് കൊച്ചി സിനിമക്കാരുടെ ഇഷ്ടപ്രദേശമായി മാറിയിരുന്നു. ഒരു ദിവസം തന്നെ 3ഓളം സിനിമ വരെ ഇവിടെ ചിത്രീകരിച്ചിരുന്നു. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. ഇത് പ്രദേശത്തെ യുവാക്കൾക്ക് ജോലി സാധ്യതകളും സൃഷ്ടിച്ചു. ചെറുകിട കച്ചവടക്കാർക്കും ഗുണം നൽകിയിരുന്നു. ആഭ്യന്തര ടൂറിസം വികസനത്തിനും സാധ്യത തുറന്നിരുന്നു. എന്നാൽ ഇവയെല്ലാം തകിടം മറിയുകയാണ്. റോഡ് തടസ്സപ്പെടുത്തുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താൻ കഴിയുന്നില്ലെന്ന് പരാതി നേരത്തെ ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് പുതിയ നടപടി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം. GST ടാക്സ് ഓഫീസറെ സർവീസിൽ നിന്ന് പുറത്താക്കി. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സ്ഥാനക്കയറ്റം നേടിയ GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കറിനെ സർക്കാർ സർവീസിൽ നിന്നും നീക്കം ചെയ്തു. MG സർവകലാശാലയുടെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയും പാസ്സാവാത്ത വകുപ്പ് തല പരീക്ഷ പാസ്സായതായി സർവീസ് ബുക്കിൽ എഴുതി ചേർത്തുമാണ് പലതവണ അനിൽ ശങ്കർ പ്രമോഷൻ നേടിയത്. ക്ലർക്കായി ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിച്ച അനിൽ ശങ്കർ തട്ടിപ്പിലൂടെ പ്രമോഷൻ നേടിയാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വരെയായത്. രേഖകൾ സഹിതം വാർത്തകൾ വന്നതോടെ അന്വേഷണം നടത്തി അനിൽ ശങ്കർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ജിം സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസ് ഒരു പ്രതി കൂടി പിടിയിൽ. കരുനാഗപ്പള്ളിയിൽ വധശ്രമ കേസ് പ്രതി ജിം സന്തോഷിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ ഒരു പ്രതി കൂടി പിടിയിൽ. കുതിരപ്പതി സ്വദേശി സോനുവിനെയാണ് ആലപ്പുഴയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 4 പേർ പിടിയിലായി. ഒന്നാം പ്രതിയായ അലുവാദുൽ, വാഹനമോടിച്ച സാമൂൽ എന്നിവർ ഒളിവിൽ തുടരുകയാണ്. കൊട്ടേഷൻ നൽകിയെന്ന് കരുതുന്ന ഓച്ചിറ സ്വദേശി പങ്കജ് മേനോനെ കൂടി കണ്ടെത്താനുണ്ട്. കൊലയാളി സംഘത്തിൽപ്പെട്ട രാജപ്പൻ എന്ന രാജീവ്, വാഹനം നൽകിയ കുക്കു എന്ന് വിളിക്കുന്ന മനു എന്നിവരെ റിമാൻഡ് ചെയ്തിരുന്നു. 6 അംഗ സംഘമാണ് സന്തോഷിനെ കാറിലെത്തി കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. മുഖ്യപ്രതികളായ പ്യാരി, ഹരി എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. കേസിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ചക്കര അതുലും നിരീക്ഷണത്തിലാണ്. നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിലേക്ക് മറിഞ്ഞു. അച്ഛനും മകനും ദാരുണാന്ത്യം. കാടാമ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കിണറ്റിലേക്ക് മറിഞ്ഞ് അച്ഛനും മകനും ദാരുണാന്ത്യം. മാറക്കര സ്വദേശികളായ ഹുസൈൻ, മകൻ ഹാരിസ് അൻവർ എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇറക്കമിറങ്ങി വരുമ്പോഴാണ് സ്കൂട്ടറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. ഫാരിസാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറ്റിൽ വീഴുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ആദ്യം വീടിന്റെ മതിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തകർന്ന മതിലിൽ നിന്ന് ഇരുവരുമായി സ്കൂട്ടർ തൊട്ടടുത്തുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. കേരളത്തിൽ MDMA മൊത്തവിതരണം നടത്തുന്നത് നൈജീരിയൻ സ്വദേശി. ഇയാൾ പിടിയിൽ. കേരളത്തിൽ MDMA മൊത്തവിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി പിടിയിൽ. കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും MDMA മൊത്തവിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി പിടിയിൽ. നൈജീരിയൻ സ്വദേശി ആഗ്ബെഡോ സോളമനാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. ഇരവിപുരം ASHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കൊല്ലത്ത് അറസ്റ്റിലായ ലഹരിക്കേസ് പ്രതിയിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം ഇരവിപുരം CI രാജീവും സംഘവും മാർച്ച് 25-ന് ഡൽഹിയിലെത്തി. അവിടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലഹരിക്കടത്തിലെ മുഖ്യകണ്ണിയായ സോളമൻ പിടിയിലായത്.